ഞാൻ ഡോക്ടർ പുഷ്പ, ഇവിടുത്തെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. പിന്നെ സുറുമി 34 വയസ്സ് 5.5 ആഴ്ചയിലെ 5 വീക്സിലെ സ്കാൻ റിപ്പോർട്ടുമായി എന്നെ കാണിച്ചിരുന്നു. പ്രഗ്നൻസി വളരാനുള്ള മെഡിസിൻ കൊടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു. അതനുസരിച്ച് അവർ 8 ആഴ്ചത്തെ ഒരു സ്കാൻ റിപ്പോർട്ടും എന്നെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് കുഴപ്പമില്ല, കുഞ്ഞ് ലൈവായിട്ട് 8 ആഴ്ചത്തെ വളർച്ച ഉണ്ടായിരുന്നു. അപ്പം 2 മാസത്തിന് ശേഷം ഞാൻ ഈ സുറുമിയെ കണ്ടിട്ടുമില്ല. അത് എവിടെ പോയെന്നും എനിക്കറിയില്ല. ഞാൻ OPയിൽ ഏകദേശം 1ാമത്തെ യൂണിറ്റിന്റെ മെയിൻ ഡോക്ടറാണ്. OPയിൽ 100നും 120നും ഇടയ്ക്ക് പേഷ്യൻസ് OPയിൽ നോക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ആൾക്കാരെ വീട്ടിൽ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തിരക്കില് ഇവര് ആരാണെന്ന് പോലും എനിക്ക് ഓർക്കുന്നില്ല. പക്ഷെ ഇവര് കൊടുത്ത കംപ്ലൈന്റിനകത്ത് സുറുമി പേഷ്യന്റ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ രേഖകളെല്ലാം ഓഫീസിൽ കൊടുത്തിരുന്നു. അതിന്റെ റെക്കോർഡ് പ്രകാരമാണ് ഞാൻ ഒരു തവണ വീട്ടിൽ ഇവരെ 5.5 ആഴ്ചയിൽ കണ്ടെന്നും 5.5 ആഴ്ചയിലും 8 ആഴ്ചയിലും 2 സ്കാൻ ഞാൻ നിർദ്ദേശിച്ച് ഞാനായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുള്ള മെഡിസിനും എഴുതിയിട്ടുണ്ട്. പേഷ്യന്റ് പരാതിയിൽ അവര് 12 ആഴ്ചയിലെ സ്കാനും ഞാൻ വിട്ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയില്ല. ഞാൻ 2 സ്കാൻ ഇവർക്ക് ചെയ്തിട്ടുണ്ട്. 2 മിഡാസിലാണ് ചെയ്തത്. ആ 2 സ്കാനും നോർമൽ ആയിരുന്നു. പിന്നെ നമ്മൾ ഇവർക്ക് ജനിച്ചതിന് ശേഷം ആണ് നമ്മൾ ആലപ്പുഴ വണ്ടാനത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് മൾട്ടിപ്പിൾ അനോമലി ഉണ്ടെന്നറിഞ്ഞത്. അപ്പം അനോമലികൾ കണ്ടുപിടിക്കുന്നത് റേഡിയോളജിസ്റ്റ് ആണ്, ഗൈനക്കോളജിസ്റ്റ് അല്ല. അപ്പം ഈ റേഡിയോളജിസ്റ്റ് 5ാം മാസത്തിലാണ് അനോമലിയുടെ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കാരണത്താൽ പിന്നെ ഈ കുട്ടിക്ക് ഫ്ലൂയിഡ് കൂടുതൽ, ദാറ്റ് ഈസ് പോളിഹൈഡ്രാമിനിയോസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ വെള്ളം കൂടിയത് കൊണ്ട് ഇനി എന്തെങ്കിലും അനോമലി മിസ്സായതാണോ ആ പാർട്ട് നമുക്കറിയത്തില്ല. റേഡിയോളജിസ്റ്റുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താലേ അറിയാൻ പറ്റൂ. ഞാനുമായിട്ട് ഇടപെട്ട 2 സ്കാനേ ഉള്ളൂ. അത് 5 ആഴ്ച 8 ആഴ്ച. ഈ 2 ആഴ്ചയിൽ നമുക്ക് ഒരു അനോമലിയും നമുക്ക് കാണാൻ പറ്റില്ല. അത് വളരെ ബിഗിനിങ് സ്റ്റേജാണ്, 2 മാസത്തിന് മുമ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യന്റ് എന്നെ കാണിക്കുകയോ എന്നിൽ നിന്ന് തുടർ ചികിത്സ എടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഇവര് ഇങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഉണ്ടായി അവര് ഇവിടെ നിന്ന് റെഫർ ചെയ്തതാണെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പം അതിനകത്ത് ഇവിടുത്തെ തന്നെ വേറൊരു ഷേർലി ഡോക്ടറെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഡോക്ടറിനും അനോമലി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ സോണോളജിസ്റ്റ് തരുന്ന റിപ്പോർട്ട് നോക്കി ചികിത്സിക്കാനേ പറ്റൂ. അത് സോണോളജിസ്റ്റ് സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾക്ക് 5ാം മാസത്തിൽ പിന്നെ അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ഗർഭിണികൾക്കും 5ാം മാസത്തെ സ്കാൻ ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ശങ്കേഴ്സ് ലാബുമായിട്ടാണ് ടൈഅപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ലാബിലേക്കുള്ള സ്കാനിങ് ചെയ്തതായിട്ട് ഇവർ കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ പേപ്പർ കൊടുത്തതിന്റെ രേഖകൾക്കകത്ത് ഇവർ 5ാം മാസത്തിൽ സങ്കേഴ്സിൽ നിന്ന് സ്കാൻ ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷെ അതിനകത്തിലൊന്നും അനോമലി നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവർക്ക് 7ാം മാസം പിന്നെ അവർ കൊടുത്ത പേപ്പറിനകത്തിൽ ഫ്ലൂയിഡ് കൂടിയിരിക്കുന്നു. അങ്ങനെ പോളിഹൈഡ്രാമിനിയോസ് ഉള്ളത് കൊണ്ടും അവസാനം പിന്നെ സ്വകാര്യ ലാബിൽ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല. നമ്മുടെ ആശുപത്രിയിൽ ടെസ്റ്റുകളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് സ്കാനിങ് 5ാം മാസത്തത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ സോണോളജിസ്റ്റ് ഇല്ല. നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ലാബുമായിട്ട് ടൈഅപ്പായിട്ട് ഫ്രീ സ്കാൻ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ സ്വകാര്യ ലാബിൽ ശങ്കേഴ്സ് ലാബിൽ സ്കാനിന് പോയത്.